ആയുർവേദ യോഗാചാര്യന്മാർ ഇരിക്കുന്നുണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, അതുപോലെ വെസ്റ്റേൺ സ്റ്റൈൽ സ്പാസുകളെല്ലാം ചെയ്യുന്നവർ ഇരിക്കുന്നുണ്ട്, എക്സ്പേർട്ടുകളുണ്ട്. പലർക്കും ഇതൊരു ബാക്കിൽ എന്തായാലും ഒരു ബിസിനസ് തന്നെയാണ്, അവരുടെയൊക്കെ അന്നമായിരിക്കാം. അപ്പോൾ ഏത് ബിസിനസ് ആണെങ്കിലും സമൂഹത്തിൽ അതിനൊരു സഭ്യത വേണം. ഏത് ബിസിനസ് ആണെങ്കിലും ഒരു സഭ്യത വേണം. ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റൽ നടത്താണെങ്കിലും എല്ലാം ഒരു ബിസിനസ് തന്നെയാണ്, എല്ലാത്തിനും ഒരു സഭ്യത വേണം. ഇപ്പോ ആയുർവേദ സെന്ററുകളിലാണെങ്കിലും സ്പാകളിലാണെങ്കിലും അവിടെ ഒരു ലേഡി സ്റ്റാഫ് ഉണ്ടാവാം, മെയിൽ സ്റ്റാഫ് ഉണ്ടാവാം. വരുന്ന കസ്റ്റമേഴ്സ് ലേഡീസ് ആയിരിക്കാം, മെയിൽസ് ആയിരിക്കാം. ഇപ്പൊ മസാജിങ് പോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവിടെ ചെയ്യുന്ന സ്ത്രീ അല്ലെങ്കിൽ സ്റ്റാഫ് ആയിട്ടുള്ളത് ഒരു സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും അവരതിന് വില്ലിംഗ് ആണ്, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് വില്ലിംഗ് ആണ്. അവർ മേജർ ആയിട്ടുള്ള സിറ്റിസൺസ് ആണ്. അവർക്ക് ഉഭയകക്ഷി സമ്മതപ്രകാരം ഇത് ചെയ്യാൻ, എനിക്ക് ആ തൊഴിൽ ചെയ്യാൻ ഇഷ്ടമാണ്, ഞാനത് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിന് താല്പര്യമുണ്ട്, അവർ ചെയ്യുന്നു. അല്ലെങ്കിൽ ആ മസാജിന് വിധേയപ്പെടാൻ, അത് ലേഡി ആണെങ്കിലും മെയിൽ ആണെങ്കിലും അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് ഇറ്റ്സ് നോട്ട് ഇല്ലീഗൽ, അത് ലീഗൽ തന്നെയാണ്. പക്ഷെ എനിക്ക് പറയാനുള്ളത്, പലപ്പോഴും ആ ബിസിനസ്സിന് പിന്നിൽ വരുമ്പോൾ ക്രോസ് മസാജിങ് എന്ന് പറഞ്ഞിട്ട് ഒരു ടേമിന്റെ ആവശ്യം എന്താണ്? ആ ഒരു ടേം വെച്ചിട്ട് അതിന് ബിസിനസ് ചെയ്യുമ്പോഴാണ് ഈ ഒരു പ്രശ്നങ്ങൾ വരുന്നത്. ഇപ്പൊ ഞാനൊരു സ്ത്രീ ശരീരമാണ്, ഇപ്പൊ എന്റെ ശരീരത്തിൽ ആണുങ്ങൾ മസാജ് ചെയ്താലും പെണ്ണുങ്ങൾ മസാജ് ചെയ്താലും എക്സ്പേർട്ട് ആണെന്നുണ്ടെങ്കിൽ ഒരേ ഫീലിംഗ്സ് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പൊ ക്രോസ് മസാജിങ് എന്ന് പറഞ്ഞ ടേമിനെ വെച്ചിട്ട് ഇതൊരു ബിസിനസ് ചെയ്യുമ്പോൾ സഭ്യത നഷ്ടപ്പെട്ടു പോയേക്കാം.